ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ചെയ്യുക. അപ്പം എൻ്റെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ശരിക്കും നമ്മളൊരു മന്ത്ലി എല്ലാ മാസം ക്ലീൻ ചെയ്യണമെന്നാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയക്കുറവൊക്കെ കാരണം അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത് കൂടുമ്പോഴെങ്കിലും നമ്മളൊരിക്കൽ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ ഫ്രിഡ്ജ് കാണുമ്പോഴേ തന്നെ അറിയാം, നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്, നന്നായിട്ട് പൊടി അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഒത്തിരി സാധനമുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഞങ്ങളൊരു 3 മാസം മുന്നെയാണ് ക്ലീൻ ചെയ്തത്. പിന്നെയും അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നോ അത്രത്തോളം നീറ്റായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്, എനിക്കറിയാം. നന്നായിട്ട് പേഷ്യൻസും വേണം, ആ ഒരു സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വിം ബാറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ലെമണിൻ്റെ ഒരു സ്ലൈസായിട്ട് ഒരു സൈഡ് ഒരു വൺ ലെമൺ, ചോപ്ഡ് ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളിവിടെ സബീന പൗഡർ യൂസ് ചെയ്യാറുണ്ട് ഡിഷ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 1 സ്പൂൺ കൂടെ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ക്രബ്ബർ നല്ല സോഫ്റ്റ് അല്ല, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പോഞ്ചായിരുന്നു എടുത്തത്. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ തുണി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അതുപോലെ ഇത് നമ്മൾ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്പോഞ്ചിൻ്റെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് വരും. ഞാനിപ്പം അതിൽ പോവാത്ത കറകൾ മാത്രം ഞാൻ ഈ നമ്മുടെ കമ്പിയുടെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് പതുക്കം ചെയ്തോന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിലെ ഓരോ പാർട്സും അതുപോലെ റിമൂവ് ചെയ്തിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ അത്യാവശ്യം നമ്മൾ ഈ കാണാത്ത ഈ ഭാഗത്തൊക്കെയാണ് പൊടികളുള്ളത്. അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണത്. കണ്ടോ, ഇത്രയും വൃത്തിയായി. നമ്മളിടയ്ക്ക് എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് പെട്ടെന്ന് അഴുക്കാവില്ല. അപ്പോൾ ഇത് മൊത്തം ക്ലീനാക്കി ഇനി നമ്മൾ ഫുള്ളത് ഉള്ളിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം ഉള്ളിൽ തന്നെ കണ്ടോ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒത്തിരി നീറ്റായില്ലേ. വീഡിയോയിൽ കാണുന്ന പോലെ ഈസി അല്ല കേട്ടോ, കുറച്ച് സമയത്ത് ചെയ്യണം. മോന് സ്കൂളിൽ പോയ സമയം പിന്നെ ഞങ്ങൾ വീട്ടിൽ ജോലികളൊക്കെ തീർത്തിട്ടാണ് ഇതിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങിയത്. പിന്നെ ഫ്രീസർ ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ താഴെ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് പോകാൻ തരുന്നത്. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തിടണം. അപ്പം ഞാൻ ഓൾറെഡി സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഐസിൻ്റെ ക്യൂബ്സൊക്കെ ഓൾറെഡി നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഫ്രീസർ ക്ലീൻ ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. സാധനങ്ങളൊക്കെ അതേപടി നമ്മൾ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം അങ്ങനെ ഫ്രിഡ്ജ് ഉണ്ടാവും എന്നറിയില്ല. പൊതുവേ ഞാനൊരു മടിയുള്ള കൂട്ടത്തിലാണ്. പോരാത്തതിന് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് ഡബിളായിട്ട് കൂടി മടി. അപ്പോൾ ഇന്നെന്തോ എനിക്കൊരു മൂഡ് വന്നു, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക്. ഞങ്ങളുടെ ഫ്രിഡ്ജ് നല്ല ക്ലീനായി. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രചോദനം കൊണ്ടിട്ട് നിങ്ങളും വീട്ടിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. ഞാനതുപോലെ യൂട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാറുണ്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടും കൂടെയാണ് ഞാനിന്ന് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. ബൈ.